നിങ്ങൾ ഒരു ബിസിനസ് സർവീസസ് ചെയ്യുന്ന ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഫൈനാൻഷ്യൽ സർവീസോ അല്ലെങ്കിൽ പിന്നെ ബ്രാൻഡിങ് സർവീസോ അല്ലെങ്കിൽ എനി കോർപ്പറേറ്റ് സർവീസ്, എനി ബിസിനസ് സർവീസ്, അതല്ലെങ്കിൽ GCCയിൽ ഏത് കൺട്രിയിലാണെങ്കിലും PRO സർവീസോ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സർവീസോ ഏതാണെങ്കിലും നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ഏകദേശം 10,000-ഓളം വരുന്ന വളരെ പ്രോഗ്രസീവായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സുകാരുടെ ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഈ വർഷത്തെ 2026 നമ്മളൊരു മേജർ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ബേസിക്കലി ബിസിനസ് കോച്ചിങ് ക്ലബ് എന്നുള്ള നമ്മുടെ ഒരു ഗ്രോത്ത് കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഞാൻ അതിൽ ജോയിൻ ചെയ്ത എല്ലാവരുമായിട്ടും ഇരുന്നു. ഈ 2026 ഗോളുകൾ സെറ്റ് ചെയ്തു. അപ്പോൾ അവർക്ക് വേണ്ട റിക്വയർമെന്റ്സ് ഒക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ കമ്പനി, ഇപ്പോൾ ഒരു കമ്പനിക്ക് ചിലപ്പം കംപ്ലീറ്റ്ലി റീബ്രാൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു പുതിയ പേരിട്ട്, പുതിയ ലോഗോ ഉണ്ടാക്കി, പുതിയ ലോഗോ രജിസ്റ്റർ ചെയ്ത്, കമ്പനി രജിസ്റ്റർ ചെയ്ത്, അതിന്റെ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്ത്, അത് ഇന്ത്യയിലുണ്ട്, UAE-യിലുണ്ട്, GCC-യിലുണ്ട്, എല്ലാ കൺട്രികളിലും ഉണ്ട്. അപ്പോൾ അങ്ങനെ ആയിരിക്കും സർവീസ് വേണ്ട. ചില കമ്പനിക്ക് ഓൾറെഡി അവർക്ക് സെയിൽസ് വോളിയൊക്കെ ഉണ്ടാവും, 50 കോടി 100 കോടിയൊക്കെ സെയിൽസ് വോളി ഉണ്ടാവും. പക്ഷെ അവരുടെ ഫൈനാൻഷ്യൽ സ്ട്രക്ചർ ആയിരിക്കില്ല, ഓഡിറ്റിംഗ് ഒന്നും ക്ലിയർ ആയിരിക്കില്ല. അപ്പോൾ അവർക്ക് വേണ്ടത് ഒരു ടാക്സ് സർവീസ്, അതുപോലെ തന്നെ GST സർവീസ്, അതല്ലെങ്കിൽ CFO സർവീസ്, അല്ലെങ്കിൽ ഒരു ഓഡിറ്റിംഗ് സർവീസ്, അങ്ങനെയുള്ള സർവീസുകളായിരിക്കും. മറ്റൊരു കമ്പനിക്ക് സെയിൽസ് ടീം ഉണ്ടാവില്ല, അവർക്കൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ സെയിൽസ്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ മാനേജ്മെന്റ്, ബ്രാൻഡിങ് സർവീസസ്, അങ്ങനത്തതായിരിക്കും വേണ്ടി വരാം. മറ്റൊരു കമ്പനി എടുത്ത് അവർക്ക് ചിലപ്പോൾ SOPs ഉണ്ടാവില്ല, HR കൺസൾട്ടൻസി, അതുപോലെ തന്നെ SOP സർവീസ്, അങ്ങനെയുള്ള കമ്പനികളായിരിക്കും വേണ്ടി വരിക. അങ്ങനെ തുടങ്ങി ഒരു ബിസിനസ്സിന് ആവശ്യമായ എന്തൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ, ചില കമ്പനികൾക്ക് സിംപ്ലി കൺസൾട്ടിങ് ആയിരിക്കും വേണ്ടി വരിക, അതല്ലെങ്കിൽ ചില കമ്പനികൾക്ക് ERP സോഫ്റ്റ്വെയർ ആയിരിക്കും വേണ്ടി വരിക, അതല്ലെങ്കിൽ അവർക്ക് അതിന്റെ ഹാർഡ്വെയർ, പോസ്, കമ്പ്യൂട്ടർ, അങ്ങനെയുള്ള സാധനങ്ങളായിരിക്കും വേണ്ടി വരിക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് എന്തൊക്കെ അലൈൻഡ് സർവീസ് വേണോ ആ സർവീസ് ഒക്കെ ആവശ്യമുള്ളവരാണ് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് എല്ലാവരും. അപ്പോൾ ഒറ്റയ്ക്ക് ആസ് എ കോച്ച് എനിക്ക് സ്ട്രാറ്റജി സെറ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ എനിക്ക് 100 കണക്കിന് കൈകളുടെ സഹായം വേണം. അപ്പൊ നിങ്ങൾക്ക് അതൊരു ബിസിനസ് മോഡലാണ്. കാരണം നിങ്ങളുടെ ബിസിനസ് അത്തരം ക്ലയന്റുകൾ അന്വേഷിച്ച് നടക്കുകയാണ്. ആർക്കാണ് എൻ്റെ പോസ് വിൽക്കാൻ പറ്റുക, ആർക്കാണ് എൻ്റെ ERP വിൽക്കാൻ പറ്റുക, ആർക്കാണ് എൻ്റെ CFO സർവീസ് വിൽക്കാൻ പറ്റുക, ആർക്കാണ് എൻ്റെ ബ്രാൻഡിങ് സർവീസ് വിൽക്കാൻ പറ്റുക, ആർക്കാണ് എൻ്റെ ടാക്സേഷൻ സർവീസ് വിൽക്കാൻ പറ്റുക. അങ്ങനെ നിങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണ്. നമുക്ക് വേണ്ടത് നിങ്ങളെയാണ്. അപ്പൊ നിങ്ങളുടെ കമ്പനി ഓൾറെഡി 3 വർഷമായിട്ട് ഈ സർവീസ് ചെയ്യുന്ന കമ്പനിയാണെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ പണി കറക്റ്റായിട്ട് അറിയുമെങ്കിൽ, നിങ്ങൾക്ക് മിനിമം 10 എംപ്ലോയീസ് ഉണ്ടെങ്കിൽ, ഇവിടെ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കമ്പനിയെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. നമ്മൾ പരസ്പരം ഒരുമിച്ച് ഇരുന്നിട്ട് പ്ലാൻ ചെയ്യാം എന്തൊക്കെ എക്സ്പെർട്ടീസ് ആണ് നിങ്ങൾക്കുള്ളത്, അതിൽ ഏതൊക്കെ ക്ലയൻസിന് എന്തൊക്കെ സർവീസ് കൊടുക്കാൻ പറ്റുമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് ഈ 2026 നമ്മൾ പൊളിയായിട്ട് വളരുകയും വേണം, ഒരുപാട് കമ്പനികളെ വളർത്തുകയും വേണം. ഒരുമിച്ച് മലയാളികളായിട്ടുള്ള നമ്മുടെ ഇന്ത്യയിലെയും GCC-യിലെയും ബിസിനസ് കമ്മ്യൂണിറ്റിയെ നമുക്ക് ഒരുമിച്ച് ഒരു ടീമായിട്ട് ഈ വർഷം വളർത്തി നമ്മളും വളരണം, അവരും വളരണം. സോ സീ യു ഇൻ രജിസ്ട്രേഷൻ ലിങ്ക്.